കുഞ്ഞാട്ടിൻ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ ഭവനങ്ങൾ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വ്യത്യസ്ത മേഖലയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശേഷാൽ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണാൻ കഴിഞ്ഞവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായി അനേക ഭവനങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അനേകർക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിക്കൊടുത്തു. അനേകരുടെ ജീവിതത്തിൽ പുതിയ വഴികളെ തുറന്നുകൊടുത്തു. ആ സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്കും കൃപ നൽകി തന്നു. നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലത്തെ എപ്പിസോഡും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി മാറും. ചില ബന്ധനത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന പകൽക്കാലമായി ദൈവത്തിന്റെ ആത്മാവ് ഈ എപ്പിസോഡ് മാറ്റാൻ പോകുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രിയ ഭവനത്തെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് കർത്താവ് നൽകി തരുന്ന സമയങ്ങൾ തിരുവചനത്തിൽ നമ്മൾ ധ്യാനിക്കാനും ചിന്തിക്കാനുമായിട്ട് പോവുകയാണ്. മാൾട്ട ദ്വീപിലുള്ള ഞങ്ങളുടെ ഒരു കുടുംബം, അവര് പേര് പറയാനായിട്ട് അവര് ആഗ്രഹിക്കുന്നില്ല. ദൈവനാമ മഹത്വത്തിനായിട്ട് ലോകത്തിന്റെ 5 വൻകരയിൽ ഈ പ്രോഗ്രാം കടന്നു ചെല്ലണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെ ഇന്നത്തെ പകൽക്കാലത്തെ എപ്പിസോഡ് അവര് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മാൾട്ട ദ്വീപിലുള്ള ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് മാൾട്ട ദ്വീപിലുള്ള ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2017 ഈ വർഷം മുഴുവൻ ഞങ്ങളുടെ പ്രിയ ഭവനത്തിന് അനുഗ്രഹമുണ്ടാകട്ടെ. പുതിയ വഴികൾ അവർക്കായി ഒരുക്കി കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ. ഈ ലോകത്തിന്റെ 5 വൻകരയിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കടന്നു നിമിത്തമായി ആ ഭവനം വളരെ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച കുടുംബത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ ഞങ്ങളുടെ പ്രിയ മക്കൾ ഒരു അനുഗ്രഹമായി മാറട്ടെ യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നാം കേൾക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ ഞങ്ങളെ ഏൽപ്പിച്ച വേദഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷിപ്പാനായിട്ടാണ് കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ന്യായപ്രമാണത്തിന് കഴിയാത്ത ഏകദേശം 14 കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതൊന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് പോകുന്നത്. ആ വേദഭാഗങ്ങളൊക്കെ റോമാലേഖനം, ഗലാത്യ ലേഖനം, അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് റോമാലേഖനം പരിശോധിക്കുമ്പോൾ റോമാലേഖനത്തിന്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന വേദഭാഗമാണ് 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 16ഉം 17ഉം വാക്യങ്ങൾ. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ പല ഉദ്ധരണികളും ഏറ്റവും കൂടുതൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ലേഖനമാണ് റോമാലേഖനമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഈ റോമാലേഖനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളായി നമുക്ക് പഠിക്കാനായിട്ട് സാധ്യമായി തീരും. ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഒന്ന്, ന്യായപ്രമാണത്തിന് നീതീകരിപ്പാൻ കഴിയത്തില്ല. 2, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടിവിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 3, ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 4, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 5, അവകാശം നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 6,
നീതീകരണം നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 7 പരിശുദ്ധാത്മാവിനെ നൽകിത്തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 8 വീര്യപ്രവൃത്തി ചെയ്യുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 9 ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 10 വിശ്വാസം നൽകിത്തരാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 11 കൃപ നൽകിത്തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 12 സമ്പൂർണത നൽകിത്തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 13 പാപത്തെ നിയന്ത്രിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. 14 പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. ഈ 14 കൂട്ടം കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിപ്പാനാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നത്. എല്ലാറ്റിന്റെയും ആധാരം വിശ്വാസമാണ്. വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്, ദൈവമക്കളായി മാറുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ നാം നീതീകരിക്കപ്പെട്ടത്, നാം ദൈവമക്കളായി മാറിയത് ന്യായപ്രമാണത്തിലല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ഇന്ന് പകലിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളിൽ നിങ്ങളുടെ വിശ്വാസ നിമിത്തം സാധ്യമായി തീരാൻ പോവുകയാണ്. യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ മകനും മകളുമായി തീരുവാനുള്ള സാവകാശമുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാനുള്ള സാവകാശമുണ്ട്. യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ ചിലത് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വേദഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ നാം നീതിമാന്മാരായി മാറിയത് ന്യായപ്രമാണത്തിനല്ല, മറിച്ച് വിശ്വാസത്താലാണ്. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഇരുളടഞ്ഞ അവസ്ഥയ്ക്ക് ഒരു വെളിച്ചമുണ്ടാകുവാൻ ഇടയായിത്തീരും. യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതം നിറം പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാറ്റിലും ആധാരമായിരിക്കുന്നത് വിശ്വാസമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിമർശിക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. കുറ്റം പറയുന്ന അവസ്ഥയാണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. മറിച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വേദഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അവൻ കാൽവറി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ടാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തിയിരിക്കുന്നത് ന്യായപ്രമാണമല്ല, മറിച്ച് യേശു ക്രിസ്തുവാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. പാപത്തിന്റെ അടിമത്തത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി തരുവാൻ യേശു കർത്താവ് മതിയായ ദൈവമാണ്. രോഗാത്മാവിനാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു കർത്താവ് മതിയായ ദൈവമാണ്. ശാപത്തിന്റെ കീഴിൽ നിന്ന്, ശാപത്തിന് നിങ്ങൾ അടിമകളാകുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ആമേൻ അതിന് ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ആമേൻ ബോണ്ടേജിൽ നിന്ന് ആമേൻ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 4 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് ദർശിക്കുവാനായിട്ട് കഴിയും. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല, മറിച്ച് യേശു കർത്താവിന് കഴിയും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം
ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഓർക്കുക, എന്നെയും നിങ്ങളെയും ന്യായപ്രമാണത്തിന്റെ അവസ്ഥയിൽ ആ ശാപത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്: ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണം പലപ്പോഴും നമുക്കൊരു ബോണ്ടേജായി നിലനിൽക്കുമ്പോൾ, ന്യായപ്രമാണം പലപ്പോഴും ശാപത്തിന് നിഴലിലേക്ക് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ, യേശു ക്രിസ്തുവിനാൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും അവൻ വിടുവിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരെ ശാപത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിലെ ശാപത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് സ്വർഗസ്ഥനായ ദൈവം വിളിച്ച് വേർതിരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ കടന്നു പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ ആ ഭവനം മുഴുവനും ശാപത്തിന്റെ ആ ഒരു അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ധാരാളം കുടുംബങ്ങൾ ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് നല്ല നിലവാരത്തിൽ പഠിച്ചിങ്ങോട്ട് കയറി വരുന്ന സന്ദർഭത്തിലായിരിക്കാം ചെറിയ പ്രായത്തിൽ തന്നെ മരണം വന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒന്ന് മാറി രോഗത്തിന് അടിമകളാക്കി സാമ്പത്തികം മൊത്തം ചോർത്തിക്കളയും. ഇന്ന് പകലിൽ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുതുകത്ത് വലിയൊരു ഭാരം കയറ്റി വെച്ച് നമ്മളെ ഓടിച്ച് അങ്ങ് മുൻപോട്ട് കൊണ്ടുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം, നമുക്കൊരു സന്തോഷം വെളിപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം എപ്പോഴും ഉണ്ടാകണം. ഈ ഒരു അവസ്ഥയിൽ ആ കർത്താവ് മുന്നോട്ട് നമ്മളെ നയിക്കുവാൻ എന്നാൽ പലപ്പോഴും ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ശത്രുവായവൻ ശാപത്തിന്റെ കീഴിൽ അടച്ചിട്ടിരിക്കുന്ന ധാരാളം ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം ഈ എപ്പിസോഡ് കാണുകയാണ്. യേശു ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ദൈവം സ്വാതന്ത്ര്യം നൽകി തരാൻ പോകുന്നു. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 5 അവകാശം നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. അത് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല ലഭിച്ചത്, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില അവകാശങ്ങൾ സ്വർഗസ്ഥനായ ദൈവം നൽകിത്തരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ നിങ്ങൾ ഒരു പോഷനെ പോലെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ആർക്കും ലഭിക്കാത്ത ചില അനുഗ്രഹങ്ങൾ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ കർത്താവിനെ അമിതമായിട്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില അവകാശങ്ങൾ സ്വർഗസ്ഥനായ ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു. ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണം കൊണ്ടല്ല ലഭിച്ചത്, മറിച്ച് ഒൺലി ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രമാണ് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. നിങ്ങളുടെ ഭാവി മണ്ഡലത്തെ നോക്കി പിശാച് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ചിന്താഗതികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വലിച്ച് ഇഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, എന്റെ കർത്താവ് എന്റെ തലമുറയ്ക്ക് വേണ്ടി മതിയായ ദൈവമാണെന്നും എന്നെ വെടിയിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം ശക്തനാണെന്നും ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്നുള്ള ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് നിങ്ങളൊന്ന് കടത്തിവിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം മാറുന്നത് നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ കഴിയും, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഉള്ളവർക്ക് കാണാൻ കഴിയും. നീതീകരണം നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. അപ്പോ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിയാകുന്നത് വിശ്വാസത്താലാണ്. പരിശുദ്ധാത്മാവിനെ നൽകിത്തരാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഒരു ചോദ്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക്
ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, മറിച്ച് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളിൽ സ്വാതന്ത്ര്യം നൽകിത്തരാൻ കഴിയും. ന്യായപ്രമാണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ശാപത്തിന്റെ കീഴിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിത്തരുവാൻ ഈ സന്ദേശം മതിയായതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നത്, ഇന്ന് പകൽക്കാലം അനേക ഭവനങ്ങളെയാണ് ദൈവത്തിന്റെ ഈ വചന ശുശ്രൂഷയിലൂടെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക നാളുകളായി കുടുങ്ങിക്കിടക്കുന്ന, അനേക നാളുകളായി പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും ഒരു മുന്നേറ്റം കാണാൻ കഴിയാതിരിക്കുന്ന അനേക ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിത്തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ നൽകിത്തരാൻ വിശ്വാസത്തിന് സാധ്യമായി തീരും. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ അതെല്ലാം ലഭ്യമായി തീരും. വീര്യപ്രവർത്തി ചെയ്യുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല, മറിച്ച് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് മാത്രമേ വീര്യപ്രവർത്തി ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില രോഗികളെ ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഭവനങ്ങളെ കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടഭാരത്താൽ വലഞ്ഞ് ആ കരമെല്ലാം ശൂന്യമാക്കി കളഞ്ഞ ആ ശത്രുവിന്റെ പദ്ധതിയിൽ നിന്ന്, ആ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു വീര്യപ്രവർത്തി ആമേൻ നിങ്ങളുടെ ഭവനത്തിൽ ആമേൻ ഇന്ന് പകൽക്കാലം കടന്നു വരണം. അതിന് നിദാനമായിരിക്കുന്നത് ഈ വിശ്വാസത്തോടുകൂടെയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാലാണ്. ഈ വിശ്വാസത്തിന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ആമേ സ്തോത്രം നിങ്ങളിൽ ക്രിയ ചെയ്യുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ക്രിയ ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ യേശു കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. വിശ്വാസത്തിന്റെ പ്രതലം വെളിപ്പെടുവാൻ വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. ഗലാത്യലേഖനം 3-ാം അധ്യായം 10 തൊട്ട് 14 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസം നൽകിത്തരാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, വിശ്വാസം നൽകാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല, മറിച്ച് ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് വിശ്വാസം നൽകി തരുവാൻ, നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, നിങ്ങളുടെ ഭവനത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ, നിങ്ങളുടെ തലമുറയ്ക്ക് പുതിയ വഴികളെ തുറക്കുവാൻ, നിങ്ങളുടെ ഇരുണ്ട അവസ്ഥയ്ക്ക് നിറം പകരുവാൻ വിശ്വാസത്തോടുകൂടെയുള്ള ഈ പ്രസംഗത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ഉറപ്പ് നൽകി തരികയാണ്. കൃപ നൽകി തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല, മറിച്ച് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ന്യായപ്രമാണത്തിന് കഴിയാത്തത്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ യേശുക്രിസ്തുവിനോട് വേറിട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് കൃപ ലഭിക്കത്തില്ല, പകരം യേശുക്രിസ്തുവിനാൽ മാത്രമേ നിങ്ങൾക്ക് കൃപ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ വേറിട്ടുപോയി. നമ്മൾ യേശുവായിട്ട് വേറിട്ട് പോകാനല്ല പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ, ആ കൃപ അനുഭവിക്കുവാൻ, ആ സമാധാനം അനുഭവിക്കുവാൻ, ആ സന്തോഷം അനുഭവിക്കുവാനായിട്ടാ കർത്താവ് എന്നെ നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിൽ കൃപ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവകൃപ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം ആവശ്യമാണ്. 12-ാമത്തെ പോയിന്റ്, സമ്പൂർണ്ണം നൽകി തരുവാൻ ആമേൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പാപത്തെ നിയന്ത്രിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 7 തൊട്ട് 23 വരെയുള്ള വേദഭാഗങ്ങളും റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ പാപത്തെ നിയന്ത്രിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. വിശ്വാസത്താൽ മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പിക്കുവാൻ
ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ആ വേദഭാഗങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവയിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസമാണ് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ന്യായപ്രമാണത്തിന് കഴിയാത്തത് നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കാൻ പോയത് എങ്ങനെ? വിശ്വാസത്താൽ, യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ നിങ്ങളെ കൊണ്ട് ചില വീര്യപ്രവർത്തികൾ സ്വർഗസ്ഥനായ ദൈവം ചെയ്യിക്കാൻ പോവുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ വിശ്വാസം സർവ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന മെസ്സേജുകൾ മാത്രമേ നിങ്ങൾ കേൾക്കാവുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ നൽകിത്തരുന്ന പുസ്തകങ്ങൾ മാത്രമേ നിങ്ങൾ വായിക്കാവുള്ളൂ. ക്രിട്ടിസൈസ് ചെയ്യുന്ന, മറ്റുള്ളവരെ തേജോവധം ചെയ്യത്തക്ക നിലവാരത്തിലുള്ള പുസ്തകങ്ങളോ ആ ഒരു നിലവാരത്തിലുള്ള മെസ്സേജുകളോ നിങ്ങൾ കേൾക്കാൻ പാടില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുവാനിടയായി തീരും. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് പ്രയോജനപ്പെടാൻ കഴിയാതെ വരും, നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് വിശ്വാസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു തരുന്ന, വിശ്വാസത്തെ ഒരു പടിയും ഉയർത്തി നൽകിത്തരുന്ന നല്ല നല്ല മെസ്സേജുകൾ കേൾക്കുക. വിശ്വാസത്തെ കുറച്ചുകൂടെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. അനേകരെ തേജോവധം ചെയ്യുന്ന, അനേകരെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ അനേകർക്ക് ഇടർച്ചയായി തീരുന്ന മെസ്സേജുകളല്ല കേൾക്കേണ്ടത്. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന മെസ്സേജുകൾ കേൾക്കുക. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. റോമർ 1:8 എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വലിയ സന്തോഷത്തോടെ പൗലോസ് ആ പദപ്രയോഗം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ലോകത്ത് പ്രസിദ്ധമാകണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കൂടുള്ളവർക്ക് ഒരു ഉന്മേഷം നൽകി തരുന്ന നിലവാരത്തിലുള്ള വിശ്വാസം നിങ്ങളിൽ ജ്വലിക്കുവാനിടയായി തീരണം. നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വെളിപ്പെടണം. പലരെയും കുറ്റം പറയുന്ന, അല്ലെങ്കിൽ പലരെയും വിമർശിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആത്മീയമായി വളർച്ചയുണ്ടാകുകയില്ല. നമുക്ക് വേണ്ടത് വിമർശനമല്ല, നമുക്ക് വേണ്ടത് കറക്ഷനാണ് വേണ്ടത്. ദൈവസഭയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ തെറ്റുകൾ പറ്റാം, ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കടന്നു വരുന്നുവെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. മറിച്ച് വിമർശിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ഈ റോമാലേഖനത്തിന്റെ ഏറ്റവും താക്കോൽ വാക്യം ഇന്ന് പകൽക്കാലം വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളാണ് റോമാലേഖനത്തിന്റെ ഏറ്റവും താക്കോൽ വാക്യമെന്ന് വേദപഠിതാക്കന്മാർ അഭിപ്രായപ്പെടുന്ന വേദഭാഗം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവശക്തി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു, യേശുവിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരു രോഗസൗഖ്യം സംഭവിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൽ ഇന്ന് പകൽക്കാലം പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ള ശാപത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം വിടുവിപ്പാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ദൈവശക്തിയായി വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം അയക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം വ്യത്യസ്ത തുറകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. അനേക ചെറുപ്പക്കാരെ
ആമേൻ, ഈ ശുശ്രൂഷ നിമിത്തമായി കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ TV സ്ക്രീനിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അനേക ലക്ഷോപലക്ഷം സ്ഥലങ്ങളിലാണ് ഇന്ന് പകൽക്കാലം ദൈവശക്തി കടന്നു വന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഒരു ജീവനായി ഇന്ന് പകൽക്കാലം അത് മാറ്റപ്പെടുന്നത്. ചങ്കിലെ ശുദ്ധരക്തം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ന്യായപ്രമാണത്തിന് കഴിയാത്തത് ഇന്ന് പകൽക്കാലം സ്വർഗസ്ഥനായ ദൈവം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സാധ്യമായി തീരുമെന്ന് അനേക വചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട കൃപയ്ക്കോർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം ചില രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്നെ കാണിക്കുന്ന അനേക രോഗികൾ, രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകരെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സൗഖ്യമാക്കുകയാണ്. അടഞ്ഞുകിടന്ന അനേക വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ടു വരുന്നു. പ്രതികൂല സാഹചര്യത്തിൽ അകപ്പെട്ടുപോയ അനേകരെ കർത്താവ് വിടുവിക്കുകയാണ്. ആമേൻ. ഇരുളടഞ്ഞ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന അനേകർ ജീവന്റെ വെളിച്ചം കാണുവാൻ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് പകൽക്കാലം ആമേൻ ഒരു പുതിയ വഴി തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അനേക ഭവനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. സാത്താന്യ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അനേക ഭവനങ്ങളെ സ്വർഗസ്ഥനായ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തകർച്ചകളും മാറട്ടെ. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി, 5 വൻകരകൾക്ക് വേണ്ടി ആമേൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത മാൾട്ട ദ്വീപിലുള്ള ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവശക്തി കടന്നു വരട്ടെ. രൂപാന്തരമുണ്ടാകട്ടെ, വ്യത്യാസമുണ്ട്. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ദിവസങ്ങളാക്കി വചനം കേട്ടവരെ എല്ലാവരെയും കർത്താവ് വേർതിരിക്കണമേ. പ്രാർത്ഥന കേട്ടാൽ നന്ദി പറയുന്നു, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതലിന്റെ സാക്ഷ്യം കൂടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ബോംബെയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കുടുംബം എഴുതി അറിയിച്ച കത്താണ് നിങ്ങൾക്ക് ഉന്നമയെ വായിച്ചു കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രിയ ബിജു ബ്രദറും ടീം അംഗങ്ങളും അറിയുന്നതിന് ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾ TV ചാനലിലൂടെ ഈ പ്രോഗ്രാം ഞങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നിമിത്തമായി ഞങ്ങളുടെ ആത്മീയ നിലവാരത്തിന് കുറച്ചുകൂടെ കർത്താവ് ഒരു വർധനവ് നൽകി തന്നിട്ടുണ്ട്. വചനം പഠിക്കുവാനും കേൾക്കുവാനും അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ നിമിത്തമായി ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിൽ നിന്നൊരു കുടുംബം ഞങ്ങൾക്ക് എഴുതി അറിയിച്ച കത്താണ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് മുന്നമേ വായിച്ചു കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഈ ശുശ്രൂഷ നിമിത്തമായി അനേക ഭവനങ്ങളാണ് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനേകരെ സ്വർഗസ്ഥനായ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ നിമിത്തമായി ലഭിച്ച ചെറുതോ വലുതോ എന്തും ആയിക്കൊള്ളട്ടെ, ആ സാക്ഷ്യങ്ങളൊക്കെ മൂടി വയ്ക്കാതെ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യണം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ടും അനേകരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ അതൊക്കെ അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വിടുതൽ, രോഗസൗഖ്യം, പുതിയ വഴികൾ തുറന്നത്, ആത്മീയ നിലവാരത്തിൽ ഉയർച്ച പ്രാപിച്ചൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ എഴുതി അറിയിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടും വരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും അവിടെവിടങ്ങളായി സംരക്ഷിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.